ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും മുട്ടയും ചേർത്തിട്ട് നല്ലൊരു തോരൻ തയ്യാറാക്കിയാലോ? ഇത് വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ വെണ്ടയ്ക്ക മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയ ശേഷം തുടച്ചതിന് ശേഷമാണ് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത്. വെണ്ടയ്ക്ക കഴുകിയ ശേഷം നന്നായിട്ട് തുടച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർക്കണം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർക്കുന്നത്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെണ്ടയ്ക്കയിൽ ഒരു വഴുവഴുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തുടർച്ചയായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഈ ഒരു വഴുവഴുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലർക്കും വെണ്ടയ്ക്ക അത്ര ഇഷ്ടമല്ല. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇത് നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക പാകത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഇപ്പോൾ വഴുവഴുപ്പൊന്നുമില്ല. ഇതിപ്പോൾ ഒന്നൊന്നായിട്ട് കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി വെണ്ടയ്ക്ക നമുക്കിതുപോലെ സൈഡിലേക്കൊന്ന് ഒതുക്കി വയ്ക്കാം. അതിനുശേഷം നടുവിലായിട്ട് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഏകദേശം 2 നുള്ളു ഉപ്പാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അല്പം കൂട്ടുകയൊക്കെ ചെയ്യാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ വെണ്ടയ്ക്കയുമായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മുട്ട ചേർത്ത ശേഷം നന്നായിട്ട് അതൊന്ന് ചിക്കി വറുത്തെടുക്കുമ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് ചിക്കി വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്